ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ കൊതിക്കുന്നവർക്കുമാണ് വാലന്റൈൻസ് ഡേ. എന്നാൽ ഈ പേര് പറഞ്ഞ് പ്രണയത്തെയും വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എല്ലാ മാറ്റങ്ങളെയും ആവേശത്തോടെ ഏറ്റുവാങ്ങുന്ന യുവജനത പക്ഷെ നല്ലതിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തവരായി മാറുന്നുണ്ടോ എന്നതാണ് സംശയം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് സീറ്റ് ലഭിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ. മറിച്ചുള്ള പ്രസ്താവനകൾ UDF-നെ തകർക്കുമെന്നും മനേത്ത് ചന്ദ്രൻ. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ കലക്ടറേറ്റ് ഉപവാസം 4ാം ദിവസം പിന്നിട്ടു. പിന്തുണയുമായി സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ബാബ രാംദേവ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദിക്കായി 30 കോടി വോട്ടുകൾ സമാഹരിക്കുമെന്നും രാംദേവ്. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് യോഗാചാര്യൻ ബാബ രാംദേവ്. അരവിന്ദ് കെജ്രിവാളുമായി കൂട്ടുകൂടിയതിൽ ഖേദമുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദിക്ക് വേണ്ടി 30 കോടി വോട്ടുകൾ പതഞ്ജലി യോഗപീഠം വഴി സമാഹരിക്കുമെന്നും രാംദേവ് കോഴിക്കോട്ട് പറഞ്ഞു. कैसे मोदी जी प्रधानमंत्री ना बने, हिंदुस्तान में एक स्टेबल और स्ट्रॉन्ग गवर्नमेंट फॉर्म ना हो, बस उसी के लिए काम करने में लगे हुए हैं. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് സീറ്റ് ലഭിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ. മറിച്ച് കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ UDF-നെ ശിഥിലമാക്കാൻ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സന്ദേശ ജാഥയുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മനേത്ത് ചന്ദ്രൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ നിഷേധിച്ചപ്പോൾ പ്രത്യേകിച്ച് CPIM കോഴിക്കോട് സീറ്റ് എടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നില്ല. ആ തീരുമാനം ശക്തമായി ഞങ്ങളുടെ പാർട്ടി നടപ്പാക്കിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ നയിക്കുന്ന രാഷ്ട്രീയ സന്ദേശജാഥ ഫെബ്രുവരി 16 മുതൽ 21-ാം തീയതി വരെയായി ജില്ലയിൽ പര്യടനം നടത്തുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി മതനിരപേക്ഷ ഭാരതം വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സന്ദേശജാഥ ഫെബ്രുവരി 16-ാം തീയതി മുക്കത്ത് കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 21-ാം തീയതി വളണ്ടിയർ മാർച്ചോടുകൂടിയും ബഹുജന റാലിയോടുകൂടിയും വടകരയിൽ സമാപിക്കും. സഹകരണ മേഖലയുമായും ജീവനക്കാരുമായും ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ സഹകരണ സംഘം ധർണ നടത്തി. ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ പൂർത്തീകരിക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, സർക്കാർ ക്ഷേമ പദ്ധതികൾ സഹകരണ ബാങ്കുകൾ വഴി നടപ്പിലാക്കുക, ക്ലാസിഫിക്കേഷൻ പരിഷ്കരണം സംബന്ധിച്ച് സഹകരണ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ ബാങ്ക് ജീവനക്കാർ ധർണ നടത്തി. ധർണ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ കൈകഴുകി രക്ഷപ്പെടാനുള്ള ശ്രമം ലോകമെമ്പാടുമുള്ള മുതലാളിത്ത ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിസ്റ്റർ മൻമോഹൻ സിംഗ് ഒബാമയെ ചെന്ന് കണ്ടത്. അപ്പോൾ ഒബാമ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മുഴുവൻ ഡാറ്റാബേസ് ഇന്ത്യയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം മിസ്റ്റർ മൻമോഹൻ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അവസാനത്തെ ടേമാണ് എന്ന് മാത്രമല്ല 90-കൾക്ക് ശേഷം ഇന്ത്യയിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുഖ്യ ഭരണവർഗ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ അവസാന ടേമാണിത്. വരാൻ പോകുന്ന 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ടെന്താണ്
നിങ്ങൾ 90-കളിൽ ആരംഭിച്ച നയങ്ങൾ, പരിഷ്കാരങ്ങൾ അതിവേഗം അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ ടി അനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് കെ പി അജയ്കുമാർ, കെ രാജീവ്, വി ടി ജയരാജൻ എന്നിവർ ധർണയിൽ സംസാരിച്ചു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല ഉപവാസം 4ാം ദിനം പിന്നിട്ടു. കാവിലുംപാറ വില്ലേജ്, തിനൂർ വില്ലേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ഉപവാസ സമരം താമരശ്ശേരി അതിരൂപത മെത്രാൻ ജോർജ് വലിയമറ്റും ഉദ്ഘാടനം ചെയ്തു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ നടത്തുന്ന അനിശ്ചിതകാല ഉപവാസം 4 ദിനം പിന്നിട്ടു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഉപവാസ സമരത്തിന്റെ 4ാം ദിനം താമരശ്ശേരി അതിരൂപത മെത്രാൻ ജോർജ് വലിയമുറ്റം ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കുണ്ട്, സംശയമൊന്നുമില്ല. ആ ധൈര്യമുണ്ട്. ആ ധൈര്യമില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇത്രമാത്രം കേസ് കിട്ടി മതജാതരം കയറി ഈ വന്യമൃഗങ്ങളിടയ്ക്ക് ധൈര്യമായിട്ട് ഇതെല്ലാം കൊണ്ട് കെട്ടിപ്പൊടുക്കുമായിരുന്നു. ഇത് മലബാറിന്റെ ഈ നാട്ടിലൊക്കെ ഇതിന്റെ നിലനിൽപ്പിൽ നമ്മളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അതുമാത്രം കേസൊക്കെ നമുക്ക് ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ പലർക്കും മനസ്സിലാക്കത്തെ കുറിച്ച് ഉപയോഗിക്കുന്നില്ലാത്തവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ധൈര്യപൂർവ്വം ഈ സമരം വെച്ച് നേടുന്നവരെ മുമ്പോട്ട് പോകും എന്നൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാം. കാവിലുംപാറ വില്ലേജ്, തിനൂർ വില്ലേജ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഉപവാസം നടന്നത്. ഫാദർ ആന്റണി കൊഴുവനാൽ അധ്യക്ഷത വഹിച്ചു. കാവിലുംപാറ ജനസംരക്ഷണ സമിതി ചെയർമാൻ ജോയ് കണ്ണന്തന, തോമസ് മട്ടോട്ട് പുരയ്ക്കൽ, സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് വലിയപറമ്പൻ, CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ജോസ് കളരിയിൽ, സിസിലി, ജോർജ് കുര്യച്ചൻ എന്നിവർ സംബന്ധിച്ചു. പ്രണയദിനത്തിന്റെ ആഘോഷവേളയിൽ പ്രണയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ ഷോർട്ട് ഫിലിമിലൂടെ തുറന്നുകാട്ടി കോഴിക്കോട് സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ. ഔട്ട് കംപ്ലീറ്റ്ലി എന്ന ഹിറ്റ് ഹ്രസ്വ ചിത്രത്തിനു ശേഷം കിരൺ നാണുവാണ് കമിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. ഒരു പനിനീർ പൂവിന്റെ ചാരുതയിൽ പ്രണയത്തിന്റെ നറുകണങ്ങൾ വിരിയുമ്പോൾ അതിന്റെ സൗന്ദര്യം ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കുമായി പനിനീർ പൂവിന്റെ സുഗന്ധം പരത്തി വീണ്ടും ഒരു പ്രണയദിനം കൂടി. ലോകം പ്രണയദിനത്തിന്റെ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ പ്രണയത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ ഒരു ഷോർട്ട് ഫിലിമിലൂടെ തുറന്നു കാട്ടുകയാണ് കോഴിക്കോട് സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ. ഔട്ട് കംപ്ലീറ്റ്ലി എന്ന ഹിറ്റ് ഷോർട്ട് ഫിലിമിനു ശേഷം കിരൺ നാണുവാണ് കമിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. പ്രണയത്തിന്റെ ചിറകിലേറി പറന്നു നടക്കുന്ന നമ്മുടെ കൗമാരവും യുവത്വവും ചിലപ്പോഴെങ്കിലും ചെന്നെത്തുന്നത് വൻ ദുരന്തത്തിലേക്കാണ്. പ്രണയിക്കുന്നവർ സ്വകാര്യത തേടി പോകുമ്പോൾ ആ സ്വകാര്യതയെ ചില സാമൂഹ്യദ്രോഹികൾ ചൂഷണം ചെയ്യുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് കമിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഹ്രസ്വചിത്രം പറയുന്നത്. കമിതാക്കൾ എപ്പോഴും സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വകാര്യത തേടിയുള്ള യാത്ര എപ്പോഴും ഈ കമിതാക്കൾ ചെയ്യുന്നതാണ്. ഈ യാത്ര പലപ്പോഴും വൻ ദുരന്തങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. കമിതാക്കൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും കമിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഓർമ്മപ്പെടുത്തുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. സന്ദീപ് അജിത് കുമാറാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത്. അഭിമന്യു വിശ്വനാഥാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. ഗാനം രചിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സംഗീതം പ്രതീക് അഭ്യങ്കാറുമാണ്. പ്രണയദിനത്തിൽ പ്രണയത്തിന്റെ വേറിട്ട ഭാവങ്ങൾ നിറയുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ യൂട്യൂബിലും മറ്റ് സോഷ്യൽ സൈറ്റുകളിലും ലഭ്യമാകും. വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. ഹായ്. ഹായ്.
ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന മഹോത്സവം ഫെബ്രുവരി 18-19 തീയതികളിൽ നടക്കും. മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി മാതാ അമൃതാനന്ദമയി 17-ന് കോഴിക്കോട്ടെത്തുമെന്നും അമൃതാനന്ദമയി മഠം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം ഫെബ്രുവരി 18-19 തീയതികളിൽ നടക്കും. മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി മാതാ അമൃതാനന്ദമയി ദേവി 17-ന് കോഴിക്കോട്ടെത്തും. മംഗലാപുരം ബ്രഹ്മസ്ഥാന മഹോത്സവ ചടങ്ങുകൾക്ക് ശേഷമാണ് കോഴിക്കോട്ടെത്തുന്നത്. ബ്രഹ്മസ്ഥാനത്ത് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. 18-ന് രാവിലെ 5:30 നടക്കുന്ന ധ്യാനത്തോടെ 2 ദിവസം നടക്കുന്ന ഉത്സവത്തിന് തുടക്കമാകും. രാവിലെ 11 മണിയോടെ അമൃതാനന്ദമയിയുടെ സാന്നിധ്യത്തിൽ മാനസപൂജ, ഭജന, സത്സംഗം, ദർശനം എന്നിവയും ഉണ്ടാകും. ടോക്കൺ രീതിയിലാണ് ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഉത്സവത്തിന് എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകാൻ സംഘാടക സമിതി തീരുമാനിച്ചതായും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മഠാധിപതി സ്വാമി വിവേകാമൃത ചൈതന്യ, അഡ്വക്കേറ്റ് PK ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, V രവീന്ദ്രൻ, CP വാസു, K ഗോപാലകൃഷ്ണൻ, പ്രദീപ് കുമാർ, M മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. കുടിച്ചും പുകച്ചും തീർക്കാനുള്ളതല്ല ജീവിതം എന്ന മുദ്രാവാക്യമുയർത്തി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച കൂട്ടായ്മ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടിച്ചും പുകച്ചും തീർക്കാനുള്ളതല്ല ജീവിതം എന്ന മുദ്രാവാക്യമുയർത്തി SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമൂഹം ഇന്ന് ലഹരികളുടെ വലയിലാണ്. കൂടുതലും വിദ്യാലയങ്ങൾ തന്നെ ഇതിന് വേദിയൊരുക്കുന്നു എന്നത് ആശങ്കാജനകമാണെന്നും ഇതിനു പിന്നിൽ വലിയ ആസൂത്രിതമായ കൈകളുടെ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ മനുഷ്യർക്ക് ആത്മബോധം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. SFI ജില്ലാ പ്രസിഡന്റ് PK സുമേഷ്, സെക്രട്ടറി VK കിരൺ രാജ്, സമീഷ്, നീനു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മസ്ദൂർ സംഘം സെക്രട്ടറി കാളങ്കണ്ടി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കുക, ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പെട്രോൾ, ഡീസൽ എന്നിവ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുക, ക്ഷേമനിധി നിയമങ്ങൾ പരിഷ്കരിക്കുക, വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കുക, അന്യസംസ്ഥാന നികുതി വർധനവ് പിൻവലിക്കാൻ സർക്കാർ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോഴിക്കോട് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം അവകാശ പത്രികാ സമർപ്പണ ദിനത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഫെഡറേഷൻ സെക്രട്ടറി കാളക്കണ്ടി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വിവിധ വാഹനങ്ങൾ ഓടിച്ച് ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് അവർക്കൊരു ദിവസം വാഹനം ഓടിക്കുന്നതിന് ആവശ്യമായ ഇന്ധനം ഒരു നിശ്ചിത അളവിൽ സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യണമെന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. AK പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി P പരമേശ്വരൻ മുഖ്യപ്രസംഗം നടത്തി. വാസുദേവൻ, VP ചന്ദ്രൻ, രവീന്ദ്രൻ, സുനിൽകുമാർ, N പ്രകാശൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ചുമതലയല്ലെന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായ ജസ്റ്റിസ് സിറിയക് ജോസഫ്. മറിച്ച് ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച മനുഷ്യാവകാശ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശ ലംഘന കേസുകളിൽ വേഗം തീർപ്പ് കൽപ്പിക്കാൻ ഭരണഘടനയുടെ 30-ാം വകുപ്പ് അനുസരിച്ച് ജില്ലാതലത്തിൽ ഒരു സെഷൻസ് കോടതിയെങ്കിലും സജ്ജമാക്കണമെന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായ ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. മനുഷ്യാവകാശ നിയമങ്ങളുടെ നടത്തിപ്പിന് ആവശ്യമായ ചട്ടങ്ങൾ രൂപവൽക്കരിച്ച് നീതി ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച മനുഷ്യാവകാശ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ നിയമവും ചട്ടവും രൂപവൽക്കരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഇത് ചെയ്യാൻ വകുപ്പുണ്ട്. പൌരന് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനത്തിൽപ്പെടും. ഇന്ത്യയിൽ കർണാടകയിൽ മാത്രമാണ് ഇത്തരം നിയമങ്ങൾ രൂപവൽക്കരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിമൂസ, റിട്ടയർഡ് ജഡ്ജി TK രാമൻ, അഡ്വക്കേറ്റ് ശിവൻ, വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് കേണൽ PN ആയില്യത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു.
മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെയും ഫേസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അബ്ദുൽ ഖാദർ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. അനുസ്മരണ ചടങ്ങ് ജമാൽ കൊച്ചങ്ങാടി ഉദ്ഘാടനം ചെയ്തു. പാടാൻ മാത്രമല്ല തലയുയർത്തിപ്പിടിച്ച് പറയാനുള്ളത് പറയാനും ധൈര്യം കാണിച്ച വ്യക്തി കൂടിയായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് ജമാൽ കൊച്ചങ്ങാടി അനുസ്മരിച്ചു. കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ കുടുംബാംഗങ്ങളും ആരാധകരും ഒരിക്കൽ കൂടി ടൗൺ ഹാളിൽ ഒത്തുകൂടി. ഒരു പിടി പഴയ ഗാനങ്ങൾ കോർത്ത് അവർ പ്രിയ ഗായകന് സ്മരണാഞ്ജലി അർപ്പിച്ചു. 40 വർഷം മുൻപ് കൊച്ചിയിൽ നടന്ന ഗാനമേളയിൽ പാടിയ അബ്ദുൽ ഖാദറിന്റെ ഓർമ്മകളുമായി ജമാൽ കൊച്ചങ്ങാടി എന്ന കോഴിക്കോട്ടുകാരുടെ ജമാൽക്ക അനുസ്മരണ പ്രഭാഷണം നടത്തി. പാടാൻ മാത്രമല്ല തലയുയർത്തിപ്പിടിച്ച് പറയാനുള്ളത് പറയാൻ ധൈര്യം കാണിച്ച വ്യക്തി കൂടിയായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് ജമാൽ കൊച്ചങ്ങാടി അനുസ്മരിച്ചു. മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷനും ഫൗണ്ടേഷൻ ഫോർ ആർട്ട് കൾച്ചറൽ എഡ്യൂക്കേഷനും ചേർന്നാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഫേസ് പ്രസിഡന്റ് എൻ സുഭാഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ടി വി ബാലൻ, ഫേസ് സെക്രട്ടറി പി ദിവാകരൻ, മാ പ്രസിഡന്റ് കെ സലാം, സെക്രട്ടറി മണികണ്ഠൻ തറാൽ, കെ സുബേർ തുടങ്ങിയവർ സംബന്ധിച്ചു. എങ്ങനെ നീ മറക്കും പൂങ്കുയിലെ, കരിവളയിട്ട കയ്യിൽ തുടങ്ങിയ ഗാനങ്ങൾ പുനരവതരിപ്പിച്ചു. കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ പേരമക്കളായ കാമില ഫൈസൽ, നവീൻ എന്നിവരും ഗുലാബ് ജാൻ, സുനിൽകുമാർ, ഡിക്കി രാജൻ, ലീന പപ്പൻ, കോഴിക്കോട് അബ്ദുൽ നാസർ, എം എ റഹ്മാൻ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. പപ്പൻ കോഴിക്കോട്, മധു, ഉസ്മാൻ, ഖാലിദ്, ഫിറോസ് ഖാൻ, നിസാർ, റസാഖ്, ഡേവിഡ് ബാബു, രാജൻ എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി. വാർത്തയിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. ഗാന്ധി മാർഗ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 70 വർഷമായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന PNC ബാലകൃഷ്ണൻ നായരെ കോഴിക്കോട് സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മന്ത്രി ആര്യാടൻ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് സത്യസന്ധതയുടെയും നിഷ്കാമ കർമ്മത്തിന്റെയും പ്രതീകമാണ് ഗാന്ധിയനായ PNC ബാലകൃഷ്ണൻ നായരെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 70 വർഷമായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന PNC ബാലകൃഷ്ണൻ നായരെ സുഹൃത്ത് സംഘം ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ PNC ബാലകൃഷ്ണൻ നായർക്കുള്ള ഉപഹാരം മന്ത്രി സമ്മാനിച്ചു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി T ബാലകൃഷ്ണൻ, ഗാന്ധി ആശ്രമം മാനേജർ U രാധാകൃഷ്ണൻ, റിട്ടയർഡ് ജില്ലാ ജഡ്ജി PN ശാന്തകുമാരി, സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് U രാമചന്ദ്രൻ, സർവോദയ സംഘം സെക്രട്ടറി N കൃഷ്ണകുമാർ, TKA അസീസ്, തൂവശ്ശേരി സത്യപാലൻ, B രാഘവൻ നായർ, PNC ബാലകൃഷ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ജയിലിൽ ജയിൽ വാരാഘോഷത്തിന് തുടക്കമായി. ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഉത്തരമേഖലാ ജയിൽ DIG ശിവദാസ് K തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ ജയിലിലേക്ക് 500 പച്ചക്കറി ഗ്രോ ബാഗുകൾ സമ്മാനിച്ചു. ജില്ലാ ജയിലിൽ ജയിൽ വാരാഘോഷത്തിന് തുടക്കമായി. ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഉത്തരമേഖലാ ജയിൽ DIG ശിവദാസ് K തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് P അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മെറിൻ ഗ്രിഗറിയും സംഘവും അവതരിപ്പിച്ച ഗാനമേളയോടെയായിരുന്നു തുടക്കം. തുടർന്ന് ജയിൽ അന്തേവാസികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗൺ ജയിലിലേക്ക് 500 പച്ചക്കറി ഗ്രോ ബാഗുകൾ സമ്മാനിച്ചു. വെണ്ട, തക്കാളി, വഴുതന, പച്ചമുളക് തുടങ്ങി വിവിധയിനം പച്ചക്കറി ചെടികൾ അടങ്ങുന്ന ഗ്രോ ബാഗ് ക്ലബ് പ്രസിഡന്റ് സുജിത് സുരേഷ് ജയിൽ DIGക്ക് കൈമാറി. ഡെപ്യൂട്ടി സൂപ്രണ്ട് രാജീവൻ, ജീസസ് ഫ്രട്ടേണിറ്റി, സിസ്റ്റർ ഫിലോ,
ചാക്കോ കാട്ടാംകുട്ടിൽ, ജോളി പറോപ്പടി, KJSOA മേഖലാ സെക്രട്ടറി രാജേഷ്, മേട്രൺ എസ് റഷീദ്, റോട്ടറി ക്ലബ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് എന്നിവർ സംബന്ധിച്ചു. വെള്ളിയാഴ്ച ജയിൽ അന്തേവാസികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. വൈകിട്ട് 7-ന് സാന്തോം തോട്ടുമുക്കത്തിന്റെ അഞ്ജനക്കല്ല് നാടകവും അരങ്ങേറി. ഇനി ബിസിനസ് വാർത്തകൾ. വിസ്മയിപ്പിക്കുന്ന വസ്ത്രശേഖരണവുമായി ബ്ലൂ ലേഡി പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് അരക്കിണർ സന ബിൽഡിംഗിൽ ആരംഭിച്ച ഷോറൂം സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രശേഖരണവുമായാണ് എത്തിയിരിക്കുന്നത്. ചുരിദാർ, ഗാഗ്ര ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, അഭായ പർദ, കുർത്തീസ്, മാക്സി, കിഡ്സ് വെയർ തുടങ്ങിയ വസ്ത്രങ്ങളുടെ പുതിയ ട്രെൻഡിൽ ആവശ്യക്കാരുടെ ഇഷ്ടങ്ങൾക്കിണങ്ങുന്ന വസ്ത്രങ്ങളാണ് ഉള്ളത്. കൂടാതെ ലേഡീസ് ബാഗും ചപ്പലും കടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വി അബ്ദുൽ ലത്തീഫാണ് ഷോറൂമിന്റെ മാനേജിംഗ് ഡയറക്ടർ. ബ്ലൂ ലേഡിയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ച് ഏറ്റവും പുതിയ മോഡലുള്ള വസ്ത്രങ്ങളുമായി എത്തിയ ബ്ലൂ ലേഡി ഉപഭോക്താക്കളുടെ ആഗ്രഹങ്ങൾക്കൊത്തുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ JS ഗ്രൂപ്പ് പ്രതിനിധി KM മുസ്തഫ ആദ്യ വിൽപ്പന നടത്തി. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും നൽകുന്നുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മണക്കടവ് പൊന്നേമ്പാടം ചാലിയാർ വികസന സമിതിയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ഫെബ്രുവരി 16-ാം തീയതി മണക്കടവ് ചാലിയാറിൽ മലബാർ ക്യൂബിക്സ് ജലോത്സവം 2014 സംഘടിപ്പിക്കുന്നു. 9 പേർ പങ്കെടുക്കുന്ന നാടൻ തോണി മത്സരങ്ങളും പാരാ മോട്ടോർ പ്ലേയിംഗ്, സർഫിംഗ് ബോട്ട്, കയാക്കിംഗ് മത്സരങ്ങൾ, ഭക്ഷ്യമേള, ഗാനമേള, V4U കലാകാരന്മാരുടെ ഹാസ്യപരിപാടികൾ എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ചുണ്ടായിരിക്കും. ജലോത്സവത്തിന്റെ ഫ്ളാഗ് ഓൺ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊണ്ടോട്ടി MLA മുഹമ്മദ് ഉണ്ണി ഹാജി നിർവഹിക്കും. സാംസ്കാരിക സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ മൂവ്മെന്റ് എന്ന സംഘടനയുടെ കീഴിലുള്ള നെസ്റ്റ് പബ്ലിക് സ്കൂൾ ദശവാർഷികാഘോഷം ഫെബ്രുവരി 15-16 തീയതികളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ പ്രസിഡന്റ് PC ബഷീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ VP അബ്ദുൽ ഹമീദ്, കേരള മജ്ലിസ് എഡ്യൂക്കേഷൻ സെക്രട്ടറി A ഖമറുദ്ദീൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ ഡോക്ടർ TA അബ്ദുൽ അസീസ്, AK ഹാരിസ് എന്നിവർ പങ്കെടുക്കും. നാഷണൽ എക്സ് സർവീസ്മെൻ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ന്യായമായ അവകാശങ്ങൾ നടപ്പിലാക്കി കിട്ടുന്നതിനു വേണ്ടി വിമുക്ത ഭടന്മാരും ആശ്രിതരും 18/2/2014 രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ അടിസ്ഥാനത്തിൽ പ്രകടനവും കൂട്ടധർണയും സംഘടിപ്പിക്കും. 1 റാങ്ക് 1 പെൻഷൻ പൂർണ്ണമായും നടപ്പിലാക്കുക, ചുരുങ്ങിയ കാല സൈനിക സേവനത്തിന് ചുരുങ്ങിയ പെൻഷൻ, മുൻ സൈനികന് 60 വയസ്സുവരെ ജോലി ചെയ്യുന്നതിന് നിയമവിധേയമായ തൊഴിൽ സംവരണം, 2ാം കുടുംബ പെൻഷൻ കേന്ദ്ര ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുക, വീട്ടുനികുതി ഇളവിന് തറ വിസ്തീർണ പരിധി ഒഴിവാക്കുക, സൈനിക ക്യാന്റീനുകളിൽ വാറ്റ് ഒഴിവാക്കുക തുടങ്ങിയവയാണ് വിമുക്ത ഭടന്മാരുടെ പ്രധാന ആവശ്യങ്ങൾ. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം കൃഷിഭവൻ ഓഫീസർ മോളി ശശികല 42ാം ഡിവിഷൻ കൌൺസിലർ സബിത കോടിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചതിനു ശേഷം ആദ്യത്തെ പരിപാടിയാണ് സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റിയുടെ പരിധിയിലുള്ള വീടുകളിൽ പച്ചക്കറി കൃഷികൾ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വീട്ടുകാരെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് കമ്മിറ്റി തീരുമാനിച്ചത്. കൃഷിഭവൻ ഓഫീസർ മോളി ശശികല, അസിസ്റ്റന്റ് കൃഷിഭവൻ ഓഫീസർ സുമിജ റാണി എന്നിവർ കൃഷിയെക്കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് A കുഞ്ഞാലി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സ്വാമി, കൌൺസിലർ സബിത കോടി, അബ്ദുൾ റസാഖ്, റിയാസ് നല്ലളം തുടങ്ങിയവർ സംബന്ധിച്ചു. ജനകീയ അവകാശങ്ങൾക്കായി ഒരുമയോടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഫെബ്രുവരി 17-ാം തീയതി അഖിലേന്ത്യാ തലത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ 15 കേന്ദ്രങ്ങളിൽ യൂണിറ്റി മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. 5 കോടി രൂപയുടെ സാമൂഹ്യക്ഷേമ വികസന പദ്ധതികൾ ഈ വർഷം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C അബ്ദുൽ ഹമീദ്, സംസ്ഥാന സെക്രട്ടറി B നൌഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് സീറ്റ് ലഭിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ. മറിച്ചുള്ള പ്രസ്താവനകൾ UDF-നെ തകർക്കുമെന്നും മനേത്ത് ചന്ദ്രൻ. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ കലക്ടറേറ്റ് ഉപവാസം 4ാം ദിവസം പിന്നിട്ടു. പിന്തുണയുമായി സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ബാബ രാംദേവ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദിക്കായി 30 കോടി വോട്ടുകൾ സമാഹരിക്കുമെന്നും രാംദേവ്. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.